ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ ഒരു പരിപാടിയും ചെയ്തില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ നടക്കുന്നില്ല. സോ ഇപ്പം നമ്മൾ താഴെ നമ്മുടെ മെഡോസിലേക്ക് പോകണേ. ഇന്ന് കുറേ ചെടികൾ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ താഴെ വീട്ടിൽ കൊണ്ട് നട്ടു വെക്കാൻ പോകും. അവിടെ ഒരു ചെടിയുണ്ട് കേട്ടോ. നമ്മൾ എന്തുകൊണ്ടേ നട്ടു വെച്ചാലും നമ്മുടെ വർക്കേഴ്സ് അത് സ്ഥിരമായിട്ട് ചവിട്ടി പിടിച്ച് കളയുന്ന ഒരു ചെടിയുണ്ട്. അവരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെയാണെന്ന് പറഞ്ഞാലും ആ ചെടി ഒടിഞ്ഞു പോയിരിക്കും. അത് ഇറങ്ങുന്നുണ്ട്. പോപ്പിയെക്കുറിച്ച് കുറേ ആൾക്കാർ കുറേ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് അതിന് 3-4 ഡൗട്ടിന് ഞാൻ ആൻസർ ചെയ്തിട്ട് ഒരു ഷോർട്ട്സ് ഇടുന്നുണ്ടേ. അത് നിങ്ങൾ കണ്ടുവയ്ക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ പാത്രം ഏതാണെന്നറിയോ? ഇത് നമ്മളൊരു എസ്തറ്റിക് പാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് എവിടെയും കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ. ഹാപ്പി ഡോഗ്. നിങ്ങൾക്ക് എത്ര പേർക്ക് കാപ്പിക്കുരു അറിയാം? നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കൃഷി ചെയ്യുന്ന ഒരു സാധനമാണ് കാപ്പിക്കുരു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും കൃഷി ചെയ്യുന്നതാണ് കുരുമുളക്, ഏലം, അങ്ങനെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാപ്പിക്കുരുവിന് നമ്മളൊരു ഷോർട്ട്സ് എടുക്കുമായിരുന്നു. ഈ കാപ്പിക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീസണലായിട്ടുണ്ടാകുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ കാപ്പിക്കുരുവിനാണ് കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച ഇവിടുത്തെ പുല്ല് കംപ്ലീറ്റ് ആയിട്ട് പോയിന്നാ. പക്ഷെ അങ്ങനെ അത്ര കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇട്ടേക്കുന്ന ഷീറ്റ് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ കണ്ടോ, കരിഞ്ഞു നിൽക്കുന്ന പോലൊരിത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പുല്ല് നടന്ന ഷോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയല്ല ഈ സംഭവം ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സത്യമായിട്ട് എനിക്ക് അറിയില്ല എന്നിട്ട് തന്നെ ചോദിച്ചു. അപ്പോൾ പുള്ളി തന്നെ ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. ടെസ്റ്റ് ഉറങ്ങാൻ ടിപ്പൂന് പുതിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ടമ്മേ. എന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം ഇരുന്ന് കറങ്ങുവാണേ. സോ ഗൈസ്, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു ബെഞ്ച് ഡെസ്ക്. ഉണ്ടാക്കണം എന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇവിടെ നമുക്ക് നടക്കാനുള്ളൊരു സ്പേസ് ഇട്ടിട്ട് അത് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. എനിവേ അത് സക്സസ്ഫുള്ളി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ പന തന്നെയാണ് കേട്ടോ. പന വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയേക്കുന്നത്. മറ്റേ അവിടെയും പന തന്നെയാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നില്ലേ, നമ്മൾ പുതിയ കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ എത്ര നോക്കിയിട്ട് ഒരു ചെടി ഒടിഞ്ഞു പോയിരുന്നു. ഈ ചെടിയാണത്. ഒന്നുമില്ലല്ലോ, നമ്മൾ ഈ കാണുന്ന ഡെസ്കില്ലേ, ഈ ഡെസ്കാണ് നമ്മൾ ടൈല് മുറിക്കാനും പന മുറിക്കാനും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, ആദ്യമേ ഇത് വളരെ നല്ല കണ്ടീഷനായിരുന്നു. ഇവിടുത്തെ പണികളൊക്കെ കാരണം ഇതിങ്ങനെ ആയിപ്പോയതാണ്. ഇതാണോ? പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഈ ബൊക്കെയൊക്കെ ഉണ്ടാക്കിയാലേ കറക്റ്റ് ഒരേ നീളം അല്ലേ ഗൈസ്. നമുക്കിവിടെ ഒരു കുഞ്ഞി കപ്പളുണ്ടായിട്ടുണ്ട്. ഈ കപ്പളത്തെ കളയാൻ നമ്മളങ്ങനെ മുകളിലേക്ക് വെച്ച് എന്നാ വളർത്തി വിടുമെന്ന് അറിയത്തില്ല. നമ്മുടെ ടിപ്പുവിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പല പല കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എല്ലാത്തിനോട് കൂടി ആൻസർ ചെയ്തൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചേ. പക്ഷേ എന്ന് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ്. കാരണം എത്രയും പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ടിപ്പുവിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരുപാട് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് കുറയുന്നതിന് മുന്നേ വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ പഠിച്ച സ്കൂളുണ്ട്, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല അടിപൊളിയൊക്കെ കാണാനൊക്കെ. അപ്പോൾ അവിടെ ഇട്ട് വീഡിയോ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗൈസ്, ഞങ്ങളിവിടെ ഉള്ളിച്ചെടിയുടെ കാര്യം കുറച്ച് മുന്നേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നമ്മുടെ പറമ്പിൽ 3-4 വെറൈറ്റി ഉള്ളിച്ചെടികൾ മാത്രമേ കേട്ടോ. അപ്പോൾ ഈ സാധാരണ നമ്മൾ വീഡിയോ കാണാറില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഗൂഗിൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടുപിടിക്കുമെന്ന്. അതുപോലൊരു പോസ്റ്റ് എനിക്ക് കിട്ടി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഈ നിൽക്കുന്നുണ്ടോ? എവിടെയാമ്മേ? എന്നെയുവാ അവിടെ എന്നാ നിൽക്കുന്നത്? ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് മറ്റേ റംബൂട്ടാൻ നട്ടു വെച്ചാൽ നല്ലതായിരിക്കും തോന്നുന്നേ അല്ലേ ഗൈസ്? നമ്മളിവിടെ ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ചെടികൾ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ വെയിൽ കൂടിയൊരു ഇതായതുകൊണ്ട് ചെറുതായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചപ്പ് പോലത്തുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കത്തില്ലല്ലോ. കുറച്ച് നേരം കൂടി ഒഴിച്ച വെള്ളം ലാസ്റ്റ് ചെയ്യും, നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിലും.
നമ്മൾ പോവാണോന്നോ നോക്കിയതാമേ. പനി പനി. അയ്യോ കാണട്ടാടാ നിന്റെ പരിപാടികൾ. ആ നഖം ഞാൻ നേരെ വിളിക്കുന്നേ. അമ്മ പറഞ്ഞാൽ മാത്രം അവൻ അനുസരണയുള്ളൂ. അയ്യോ എന്നെ മേത്ത് മുഴുവൻ ചവിട്ടി ചെളിയാക്കി. നോക്കിക്കേ എന്നെ തിന്ന് ഭയങ്കര എനർജി. ഫുഡാണോ കൊടുത്തേ? കടി കിട്ടിയിട്ടുണ്ട്. കടി വേസ്റ്റ് അങ്ങോട്ട് ഇടണ്ടേ? വേസ്റ്റ് ഒന്നും ഇല്ല, പൊളിക്ക്.